ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്രീ പ്രൈമറിയുടെ 45ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? കോപ്പിയിലെ ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിച്ചത്? ഏത് ലെറ്ററാ? ലെറ്റർ ഇ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിക്കേണ്ടത്? ലെറ്റർ ഇ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണല്ലേ. അതേത് ലെറ്ററാണ്? ഏത് ലെറ്ററാ? ലെറ്റർ എഫ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് കോപ്പിയിൽ എഴുതാൻ പഠിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാം. അത് ഫ്രീ ഹാൻഡ് ആയിട്ട് ടീച്ചർ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, 2 സ്ലീപ്പിംഗ് ലൈനും വേണം. ഇതാ ടീച്ചർ ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് എഴുതി കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, പിന്നെ 2 സ്ലീപ്പിംഗ് ലൈൻ വേണം അല്ലേ. അതെവിടെയാ നമ്മൾ വരച്ചു കൊടുക്കുക? ഈ സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക അല്ലേ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എഫ് ആണ് എഴുതേണ്ടത്. സ്മോൾ ലെറ്റർ എഫ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു ചെറിയ ഡൗൺവേർഡ് ഓപ്പൺ കർവും, ഒരു സ്റ്റാൻഡിംഗ് ലൈനും, ഒരു സ്ലീപ്പിംഗ് ലൈനും വേണം അല്ലേ. നമ്മൾ ഡൗൺവേർഡ് ഓപ്പൺ കർവ് വലതുവശത്തു നിന്നും ഇതാ ഇങ്ങനെ ഇടതുവശത്തേക്കാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇതിന്റെ നടുവിൽ കൂടി എന്ത് വരയ്ക്കണം? സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ്, ഇത് സ്മോൾ ലെറ്റർ എഫ്. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് കോപ്പിയില് ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് എങ്ങനെ എഴുതേണ്ടത് നോക്കണം അല്ലേ. ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ 4 ലൈൻസിലാണ് നമ്മൾ കോപ്പി എഴുതുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ 3 ലൈൻസ് ആണ് വേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതുമ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് വേണ്ടത്? സ്റ്റാൻഡിംഗ് ലൈൻ വേണം. ആദ്യത്തെ ലൈനിൽ നിന്നും 1ാമത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് നമ്മൾ എന്ത് വരച്ചു കൊടുക്കും? സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുക്കും. ഇനി ആദ്യത്തെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. അത് നമ്മൾ എവിടെ വരയ്ക്കാം? ഇതാ ആദ്യത്തെ ലൈനിൽ ഇവിടെ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇനി 2ാമത്തെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കണം. അതെവിടെ വരയ്ക്കാം? ഈ 2ാമത്തെ ലൈനിൽ ഇവിടെ നിന്ന് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പൊ ഇത് ഏത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇനി സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാ എഴുതേണ്ടത് നോക്കണം അല്ലെ. സ്മോൾ ലെറ്റർ എഫ് നമ്മൾക്ക് ഈ 3 ലൈൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോ എങ്ങനെയാണ്? ഇതാ ആദ്യത്തെ ലൈനിന്റെ ഇവിടെ നിന്നും ഇതാ ഇങ്ങനെ വന്ന് 3ാമത്തെ ലൈനിലേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോ ഇത് ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ എഫ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ്, ഇത് സ്മോൾ ലെറ്റർ എഫ്. ദാ ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാം. ആദ്യം ആദ്യത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ ലൈനിൽ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. 2ാമത്തെ ലൈനിൽ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇനി സ്മോൾ ലെറ്റർ എഫ് ആണല്ലേ. സ്മോൾ ലെറ്റർ എഫ് എങ്ങനെ എഴുതാം? ഇതാ ഇവിടെ നിന്ന് ഒരു ചെറിയ ഡൗൺവേർഡ് ഓപ്പൺ കർവ് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇവിടുന്ന് 3ാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്ത് 2ാമത്തെ ലൈനിൽ നിന്നും ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ എഫ്. ഒന്നുകൂടി എഴുതാം. ഇതാ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, capital letter F.
ഇത് സ്മോൾ ലെറ്റർ എഫ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ എഫും എങ്ങനെയാണ് കോപ്പിയിൽ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? എങ്ങനെയാ? ഇങ്ങനെയാണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫ്, small letter F. Capital letter F, small letter F. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാണ് കോപ്പിയിൽ എഴുതുക എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? കോപ്പി ബുക്കിൽ ഇങ്ങനെ ലെറ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ എഴുതി പഠിക്കാം. അതുവരേക്കും ബൈ.